എന്താ ഉണ്ടെന്ന് പറഞ്ഞ് മമ്മൂട്ടിയോ അല്ല മൺവെട്ടിയോ? പക്ഷെ തൂക്കി നോക്കാതെ എടുക്കാൻ പറ്റില്ല. കാണിച്ചത് വലിയ തമാശയായിപ്പോ എന്നൊന്നും വിചാരിക്കണ്ട. കണ്ട തനി ഇരുമ്പ് കച്ചവടക്കാരനെ പോലെ തന്നെയുണ്ട്. ആ കറക്റ്റ് കറക്റ്റ്. ഇപ്പോഴത്തെ ഇരുമ്പ് കച്ചവടക്കാരൊക്കെ സാമാന്യം യോഗ്യന്മാരാണ്. ദേ സാറേ, സാറ് വലിയ ആളാണെന്നും ഗവേഷകനാണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ ഇരുമ്പ് കോമഡി തീരെ ഏറ്റില്ല കേട്ടോ. ഓക്കെ ലീവ് ഇറ്റ്. തൽക്കാലം നമുക്ക് സീരിയസ് ആവാം. ഹ്യൂമർ ആസ്വദിക്കാൻ കഴിവില്ലാത്ത കുട്ടിയുടെ പേരെന്താ? യഥാർത്ഥ ഹ്യൂമർ ആസ്വദിക്കാൻ നല്ല കഴിവുള്ള എന്റെ പേര് സേതുഭായി എന്നാകുന്നു. കൊള്ളാം, നല്ല പേര്. ലേശൻ രസികത്വം ഇല്ലാത്തവരോട് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ലെങ്കിലും സാമാന്യ മര്യാദയുടെ പേരിൽ എന്റെ പേര് പറയാം, ഗോപൻ. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഗോപൻ ഒരു മഹാവൃത്തിയിട്ട പേരാണ്. എന്തിനാ ചിരിച്ചത്? അതിന്റെ അർത്ഥം എനിക്ക് ഹ്യൂമർ സെൻസ് ഉണ്ടെന്നല്ലേ? സേതുഭായ് കൊള്ളാം. കുറെ നേരമായല്ലോ ഗോവ മുറിക്കാതെ കയറിയിട്ട്. തലയ്ക്ക് നല്ല സുഖമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. അല്ലാതെ താളിയോലയിലും നാണയത്തിലും ഒക്കെ എന്തോന്നിരിക്കുന്നു പഠിക്കാൻ. അറിയാത്ത കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയാൻ അമ്മയ്ക്ക് പണ്ടേ നല്ല മിടുക്ക. വലിയ പഠിത്തക്കാരി വന്നിരിക്കുന്നു. നീ അവനെ ഇങ്ങോട്ട് വിളിച്ചേ. വന്നി ചായ കുടിച്ചോണ്ട് പോയിട്ട് തപ്പാൻ പറ. മിസ്റ്റർ ഇരുമ്പേ, ഇരുമ്പിനെ അമ്മ വിളിക്കുന്നു. നല്ല കലാബോധമുള്ള പാർട്ടീസ് ആണല്ലോ. ഇത്രയും നല്ലൊരു വീണ ഈ ചവറുകൾക്കിടയിൽ കൊണ്ടിടാൻ നല്ല കട്ടിയുള്ള മനസ്സ് തന്നെ വേണം. മോള് വലിയ കലാകാരിയാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്നെ വീണ വായിക്കാൻ പഠിപ്പിച്ചു. പിന്നീട് അതൊരു വലിയ കുരിശായി. ആര് വീട്ടിൽ കയറി വന്നാലും ഉടനെ ഞാൻ വീണ വായിക്കണം. കമ്പി പൊട്ടിപ്പോയെന്നും പറഞ്ഞ് ഞാനത് ഒളിച്ചു വെച്ചതാണ്. പക്ഷെ അറിയാവുന്ന വിദ്യ സാധകം ചെയ്യാതെ നശിപ്പിച്ചു കളയുന്നത് ദൈവദോഷമാണ്. ഒരു പ്രദർശന വസ്തുവായി അരസികന്മാരുടെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വീണ കുറച്ചൊന്ന് വായിച്ചാൽ തരക്കേടില്ല. ദേവി ഇത് ഉപദ്രവിക്കില്ലേ? അച്ഛൻ കണ്ടാ പിന്നെ പ്രശ്നമാവും. ഇല്ലെന്നേ, സേതു വീണയിൽ മീട്ടുന്ന സ്വരങ്ങൾ ഞാൻ എന്റെ തൊണ്ടയിൽ കേൾപ്പിക്കാം. എന്താ, എന്നോട് മത്സരത്തിനുണ്ടോ? ഞാൻ ഒരു മത്സരത്തിനും ഇല്ല. അയ്യോ, ഞാൻ പറയുന്ന കേൾക്കുന്നേ. Flowers are beautiful. Please.